മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുന്ന ഗുരുനാഥനോട് അവിടെന്ന് പറയുന്നു, ഉസ്താദേ, ഞാൻ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അല്ലാഹുവിനെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്, പിന്നെ മുത്തുനബിയാണ് സ്നേഹിക്കേണ്ടത്. അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കാതെ വേറെ ആരെയും സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരെ സ്നേഹിക്കണമെന്നാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടാലല്ലേ സ്വർഗ്ഗമുള്ളൂ, നബിയെ സ്നേഹിച്ചാലല്ലേ ശഫാഅത്തുള്ളൂ, ഹൗദുൽ കൗസറുള്ളൂ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമുള്ളൂ. അതുകൊണ്ട് അവിടെന്ന് പറയുന്നു, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കി തെരഞ്ഞെടുക്കുന്നത് ആരെയെന്നറിയുമോ? ഫജഅൽതുൽ ഹസനാതി മഹബൂബാ. നല്ല കാര്യങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സായി ഞാൻ ആരെയാണ്? ഭാര്യയെയല്ല, മക്കളെയല്ല, കൂടപ്പുറപ്പിനെയല്ല, കൂടെ പഠിച്ചവരെയല്ല, കുടുംബക്കാരെയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാമുകിയായ ഒരു പെണ്ണിനെ ടൈംപാസിനെ പ്രണയിക്കലല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഏറ്റവും വലിയ പ്രണയവാദനം, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയെന്നറിയണോ? പണത്തിനെയല്ല, കൊട്ടാരങ്ങളെയല്ല, അധികാരങ്ങളെയല്ല, സുന്ദരികളായ പെണ്ണുങ്ങളെയല്ല, ദുനിയാവിന്റെ ആഡംബരമല്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് എന്റെ കൂടെ വരുന്ന നല്ല കാര്യങ്ങളെയാണ്. അമലുൽ സ്വാലിഹാ, സൽക്കർമ്മങ്ങളെയാണ് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ഖുർആൻ ഓതുന്നതിന് ഒരു ലഹരിയായി കാണാൻ തുടങ്ങി. ദിക്റുകൾ പറയുന്നത് വല്ലാത്ത ലഹരിയാണ്. എനിക്കും നിങ്ങൾക്കും തെറ്റുപറ്റിയത് എവിടെയാണ്? നമ്മൾക്ക് പിഴവ് സംഭവിച്ചത് എവിടെയാണ്? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കരുതിയിരിക്കുന്നത് ഏറ്റവും വലിയ സുഖം കിട്ടുന്നത് സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴാണെന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാ. അല്ലെങ്കിൽ ഫോണിലൂടെ ഒരു പെണ്ണിനോട് സംസാരിക്കുമ്പോഴുള്ള ലഹരിയാണ്, അല്ലെങ്കിൽ കള്ളുകുടി